അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AP വിഭാഗം മദ്രസ 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം പാർട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ചോദ്യം വരുന്നത് കോളത്തിൽ ശരി മാർക്ക് അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ഫതഹ് മക്ക ഉണ്ടായ വർഷം. അവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: ഹിജ്റ 13, 8, 10. ഉത്തരമായിട്ട് വരുന്നത് ഹിജ്റ 8 ആണ്. രണ്ടാമത്തെ ചോദ്യം, മഹ്ശറൽ അമലുകൾ തൂക്കും ഏതില്? ഹിസാബിൽ, സിറാത്തിൽ, മീസാനിൽ. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ 3 കൊടുത്ത മീസാനിൽ. മൂന്നാമത്തെ ചോദ്യം, മുറുകെ പിടിക്കണം. അക്രമം, ദുരാചാരങ്ങൾ, നബിചര്യ. ഉത്തരമായി വരുന്നത് നബിചര്യ. നാലാമത്തെ ചോദ്യം, നാം ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടവർ? മാതാപിതാക്കൾ, അനാഥകൾ, രോഗികൾ. ഉത്തരമായി വരുന്നത് മാതാപിതാക്കൾ. അഞ്ചാമത്തെ ചോദ്യം, തൂങ്ങിയുറക്കം എന്നർത്ഥം? നൗമ്, സിനത്ത്, സനത്ത്. ഉത്തരമായി വരുന്നത് സിനത്ത്. ആറാമത്തെ ചോദ്യം, ഗ്രാമം എന്നർത്ഥം? ഖറിയത്ത്, ഖദമ്, ഖുതുഫ്. ഉത്തരമായി വരുന്നത് ഖറിയത്ത്. അടുത്ത ചോദ്യം വരുന്നത് ചേരുംപടി ചേർക്കുക. ഏഴാമത്തെ ചോദ്യം, വിജയം നേടാൻ ആവശ്യമാണ്? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൽമ്. എട്ടാമത്തെ ചോദ്യം, നാം ഉപേക്ഷിക്കണം? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഇ ആണ്, പലിശ. ഒൻപതാമത്തെ ചോദ്യം, ഹിഫ്ള് എന്നതിന്റെ അർത്ഥം? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, സംരക്ഷണം. പത്താമത്തെ ചോദ്യം, രഹസ്യമായി ചെയ്താൽ അർശിന്റെ തണൽ ലഭിക്കും? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്വതക്ക. 11ാമത്തെ ചോദ്യം, പാവങ്ങളോട് കാണിക്കണം? ഓപ്ഷൻ ഡി, കരുണ. അടുത്ത ചോദ്യം വരുന്നത് പൂരിപ്പിക്കുക. 12ാമത്തെ ചോദ്യം, ഹിജ്റ ഡാഷ് ആം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി? 11ാം വർഷം. 13ാമത്തെ ചോദ്യം, പഠനം തുടങ്ങുമ്പോൾ ബിസ്മി ഡാഷ് എന്നിവ ചൊല്ലണം? ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലണം. 14ാമത്തെ ചോദ്യം, ഹൗലുൽ കൗസറിലെ പാനീയം ഡാഷ് സുഗന്ധമുള്ളതാണ്? കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. 15ാമത്തെ ചോദ്യം, മറ്റൊരാളുടെ ഡാഷിനെ ക്ഷതമേൽപ്പിക്കരുത്? ഉത്തരമായി വരുന്നത് അഭിമാനത്തിന്. 16ാമത്തെ ചോദ്യം, കരുണയുള്ളവർ മാത്രമേ ഡാഷ് കടക്കുകയുള്ളൂ? സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. 17ാമത്തെ ചോദ്യം, വലാ യഊദുഹു ഡാഷ് വഹുവൽ അലിയുൽ അലീം ഹിഫ്ളുഹുമാ എന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്ത ചോദ്യം വരുന്നത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18ാം നമ്പർ, അല്ലാഹു തആല തന്റെ എത്ര റഹ്മത്ത് ഖിയാമത്ത് നാളിലേക്ക് നീട്ടിവെച്ചിരിക്കുന്നു? ഉത്തരമായി വരുന്നത് 99. 19ാമത്തെ ചോദ്യം, മക്ക ഫതഹ് ദിവസം അദാൻ മുഴക്കിയതാര്? ഉത്തരമായി വരുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു. 20ാമത്തെ ചോദ്യം, ഞാൻ നീനവാക്കാരനാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാര്? അദ്ദാസ്. 21ാമത്തെ ചോദ്യം, ഇസ്ലാമിന്റെ ജീവനും നടും തൂണുമാണ് എന്ത്? ഉത്തരമായി വരുന്നത് ഇൽമ്. 22ാമത്തെ ചോദ്യം, അർശിന്റെ തണൽ ലഭിക്കുന്ന ഭരണാധികാരി ഏത്? ഉത്തരമായി വരുന്നത് നീതിമാനായ ഭരണാധികാരി. 23ാമത്തെ ചോദ്യം, തിന്നു എന്നതിന്റെ അറബി വാക്ക്? അക്കല. 24ാമത്തെ ചോദ്യം വരുന്നത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ത്യചുംബനം നൽകി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരമായി വരുന്നത് തിബ്ത ഹയ്യൻ വമയ്യിത, അങ്ങ് ജീവിതത്തിലും മരണത്തിലും എത്ര സംശുദ്ധൻ. 25ാമത്തെ ചോദ്യം, വിജ്ഞാനം മനുഷ്യജീവിതവുമായി ബന്ധപ്പെടുന്നു എങ്ങനെ?
ജോലി സമ്പാദിക്കാനും ജീവിത പദ്ധതികൾ ആവിഷ്കരിക്കാനും മാന്യമായി ജീവിക്കാനും. 26-ാമത്തെ ചോദ്യം, മഹ്ശറിൽ ഹൗലുൽ കൗസർ ലഭിക്കില്ല ആർക്ക്? കപട വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പുത്തൻവാദികൾക്കും. 27-ാമത്തെ ചോദ്യം, ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണത്തിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്ത്? ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവന് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക. 28-ാമത്തെ ചോദ്യം, ഹിസാബ് ഇല്ലാത്ത സ്വർഗത്തിൽ കടക്കും ആര്? അമ്പിയാക്കൾ, അള്ളാഹു പ്രത്യേകം ആദരിച്ചവർ എന്നിവർ. 29-ാമത്തെ ചോദ്യം, ഫതഹ് മക്ക ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളോട് പറഞ്ഞതെന്ത്? പ്രതികാരമില്ല, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ മോചിതരാണ്. 30-ാമത്തെ ചോദ്യം, അറബിയിൽ എഴുതുക, അവൻ ഭാരമാവുകയില്ല. ലാ യഊദുഹു. അടുത്ത ചോദ്യം, 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31-ാമത്തെ ചോദ്യമാണ് വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്. ഉത്തരമായി വരുന്നത്, സഫർ മാസം അവസാനം നബി തങ്ങൾക്ക് പനി ബാധിച്ചു. രോഗം കഠിനമായപ്പോൾ മറ്റു ഭാര്യമാരുടെ സമ്മതത്തോടെ ആയിഷ ബീവിയുടെ വീട്ടിൽ താമസമാക്കി. ആയിഷ ബീവിയുടെ ശരീരത്തിലേക്ക് ചാരിയിരുന്ന് മിസ്വാക്ക് ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫി റഫീഖിൽ അഅല എന്ന് പറഞ്ഞ് നബി തങ്ങൾ വഫാത്തായി. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവൽ 12 തിങ്കളാഴ്ചയായിരുന്നു അത്. 32-ാമത്തെ ചോദ്യം, അർശിന്റെ തണൽ. മഹ്ശറിൽ സൂര്യൻ 1 മൈൽ ദൂരത്ത് കത്തി നിൽക്കും. ശക്തമായ ചൂടുണ്ടാവും. ആളുകൾ തണലിനു വേണ്ടി കേഴും. അന്ന് 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ നൽകി ആദരിക്കും. 1, നീതിമാനായ ഭരണാധികാരി, ആരാധനയിൽ വളർന്നു വന്ന യുവാവ്, പള്ളിയുമായി ആത്മബന്ധമുള്ള വ്യക്തി, അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവർ. കുലീനയും സുന്ദരിയുമായ സ്ത്രീ വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞവൻ, രഹസ്യമായി സ്വതക്ക ചെയ്യുന്നവൻ.